അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെഴുത്തുകളിൽ കണ്ടത്, ഇപ്പോൾ എഴുന്നേറ്റ് സരേത് തോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സരേത് തോട് കടന്നിരിക്കുന്ന നാം കാദേശ് പറഞ്ഞ ഇന്ന് പുറപ്പെട്ടത് മുതൽ സരേത് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരുന്നത് വരെ അവർക്ക് വിരോധമായിരുന്നു. അപ്പോൾ പകല് ചിന്തിച്ചല്ലോ, 11 ദിവസം കൊണ്ട് നടന്നു തീരേണ്ട വഴി 38 കൊല്ലം എടുത്തു. ആ ഭാഗം ചേർത്ത് പഠിച്ചാൽ 38 കൊല്ലമായിട്ട് കടന്ന് കറങ്ങുക. നാം ചിന്തിച്ചു, ഇവരെ കറക്കിയത് പിശാചല്ല, പിന്നെയോ ദൈവം കറക്കി. പുറപ്പാട് 13-17 നമ്മൾ വായിച്ച്, ദൈവം ജനത്തെ ചുറ്റിച്ചെന്ന്. ദൈവം ചുറ്റിക്കുന്ന ദൈവമല്ല, എന്നാൽ നാം പല വിഷയത്തിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ ദൈവം ചില വേറെ വഴി കൂടെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഈ വഴി വിശാലമായ വഴി, വീതിയുള്ള വഴി, നല്ല വഴിയൊക്കെയാ. പക്ഷേ ഇവരെ ആ രാജപാതയെ കൂടെ വിട്ടില്ല. വിടാഞ്ഞതിന്റെ കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വഴിയുടെ ഇരുവശത്തും ഫെലിസ്ത്യരുണ്ട്. ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് അങ്ങനെ. അപ്പൊ ഇവരെ ആ വഴിയെ കൂടി വിടാഞ്ഞത് ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പിന്നെ നമ്മൾ ചിന്തിച്ചു, 2 കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. 1 കുഴയ്ക്കാൻ അറിയാം, 2 കഴിക്കാനും അറിയാം. ഈ 2 കാര്യത്തിന് അവര് നല്ല സാമർഥ്യമുണ്ട്. അവര് അതാരും പഠിപ്പിക്കുകയും വേണ്ട. എന്നാൽ മറ്റേ ആത്മീയ പാഠങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. ഈ കൂട്ടായ്മയിൽ വരുന്നവരും അങ്ങനെ ചിലരുണ്ട്. അവർക്ക് ആത്മീക പാഠങ്ങളൊന്നും വിഷയമല്ല, പഠിക്കണമെന്നും ആഗ്രഹമില്ല. വേറെ പുസ്തകം വായിക്കാത്ത ആൾക്കാരുണ്ട്. വേറെ പുസ്തകം ചിലർ കൊണ്ടുവരും, പക്ഷെ അങ്ങനെ ഇന്ന് വരെ ഈ സഭയിൽ പൊതുവിൽ 2 വാക്യം വായിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. കയ്യൊന്നും പൊക്കണ്ട. ഇന്ന് വരെ സഭയിൽ വന്നിട്ട് എനിക്ക് ഈ സഭാഗോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇത്ര മനോഹരമായിട്ട് ദേശത്ത് നിങ്ങൾ വളരെ അധ്വാനിച്ച്, എല്ലാവരും ഒന്ന് ചേർന്ന് വളരെ കഷ്ടപ്പെട്ടു, ഒത്തിരി അധ്വാനിച്ചു. ചെറിയ വണ്ടി തന്നെ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ മെറ്റീരിയലൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് വളരെ നിങ്ങളെ ബഹുമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. ദൈവദാസനോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിച്ചു, ദൈവം കരുണ ചെയ്തു. ഇത് വളരെ നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. ഇതൊക്കെ ആണേലും ഇന്ന് വരെ ഈ സഭയിൽ പൊതുവിൽ 2 വാക്യം ഉറക്കെ വായിക്കാത്തവർ കാണും. കയ്യൊന്നും പൊക്കണ്ട. ഞാൻ ഇന്നലെ മുതൽ തന്നെ പറഞ്ഞിട്ട് വളരെ ഞെരുങ്ങി 1-2 പേര് വാക്യം വായിക്കുന്നത്. അതും ശബ്ദവും വലുതായിട്ട് ഇല്ല. പിന്നെ ഞാൻ ആശ്വസിക്കുന്നത്, ഇത്രയിലുമൊക്കെ ഈ തണുപ്പും പിടിച്ച് ഒപ്പിച്ചു തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം തന്നെയല്ല. വന്നിരിക്കുന്നത് തന്നെ അതിലും വലിയ കാര്യം. നിങ്ങൾ 10 പേരിരിക്കുന്നതുകൊണ്ടല്ലോ ഞാൻ പറയാൻ ഒക്കുന്നത്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഇതൊന്നും പഠിക്കുകയും എടുക്കുകയും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ചില ആകെ കൂടെ 3 പാട്ടറിയാം. അതാണ് എല്ലാ യോഗത്തിനും. നിങ്ങൾ സഭയിൽ വന്നിട്ടേ നല്ലൊരു സഭായോഗം തുടങ്ങാൻ പോവുക. ഏത് സ്ഥലമാണെന്ന് ഞാൻ പറയത്തില്ല. അപ്പം സഭായോഗം അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ ഉപദേശി ഈ ഏരിയയാ കുറച്ച് നാൾ മുമ്പാണ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചു സഭായോഗം ആരംഭിക്കാം. പ്രാർത്ഥിച്ചു. അപ്പോൾ ഉപദേശി പറഞ്ഞൊരു പാട്ട് പാടിയാട്ട് സഭായോഗം അങ്ങോട്ട് തുടങ്ങുക. ഉടനെ ഒരാൾ പാട്ടുക, ആകാശ ലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, സഭായോഗം ആരംഭിക്കുക. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നും. അപ്പോൾ ഒരു സഭായോഗം ആരംഭിക്കുമ്പം ആ പാട്ട് തെറ്റാന്നല്ല, അതല്ല പാടേണ്ടത്. ഒരാരാധന ആരംഭിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പദങ്ങളും പ്രയോഗമുള്ള പാട്ട് പാടണം. എന്താ ചിലത് വിശ്വാസിക്കും വകതിരിവില്ല, ഉപദേശിക്കും വകതിരിവില്ല. ചില സഭകളിൽ സെക്രട്ടറി ഉണ്ട്, യാതൊരു വെളിവുമില്ല. ചിലത് ട്രഷറുണ്ട്, കാശെണ്ണാന്നല്ലാതെ ഇവനെ കൊണ്ട് കാശിന് ഗുണമില്ല. അപ്പം ഇത് പറഞ്ഞു കൊടുക്കണ്ടേ അറിയാത്തവർക്ക്.
ഒരാരാധന സഭായുഗം ആരംഭിക്കുമ്പോൾ ആ പാട്ട് തെറ്റാന്നല്ല, ആ പാട്ടല്ല ആ സന്ദർഭത്തിൽ. ഞാൻ 1-2 പാട്ട് തരാം. അറിയാൻ മേലെങ്കിൽ ഇന്ന് നാളെ ഞാനിവിടെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ 1-2 പേര് വന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇതിൻ്റെ ട്യൂണും പറഞ്ഞു തരാം. ഇവിടെ ജെയ്സന് ഹാർമോണിയം വായിക്കുന്നയാൾ വളരെ ചിട്ടയോടെ പഠിച്ചയാളും കഴിവുള്ളയാളാണ്. അദ്ദേഹം എല്ലാ വാദ്യോപകരണങ്ങളും വായിക്കുന്നയാളാണ്. എൻ്റെ കണക്കും താളവും കൃത്യവും എല്ലാം അറിയാം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്നെങ്കിലും പമ്മി ഇരിക്കുന്നെങ്കിലും നല്ല കഴിവുള്ള ഒരു മാന്യ സഹോദരന്. ഹാർമോണിയം വായിക്കാനറിയാം, മൃദംഗം വായിക്കാനറിയാം, തബല വായിക്കാനറിയാം. എന്നൊരാൾ പറഞ്ഞാൽ തബല അടിക്കുന്ന പയ്യനെ, തബല അടിക്കുകയല്ല, തബല അതിൽ പ്രയോഗമുണ്ട് കേട്ടോ. തമ്പേറ് കൊട്ടുന്ന സഹോദരൻ, തമ്പേറ് കൊട്ടുകയല്ല, തമ്പേറ് വായിക്കുക. നമ്മൾ പിന്നിലടുത്ത് അങ്ങ് കൊട്ടുക, തമ്പേറ് വായിക്കുക. സ്തോത്രം. അപ്പം ജെയ്സൺ അതെല്ലാം അറിയാം. അദ്ദേഹം പാട്ടും പാടും, അതെല്ലാം പഠിച്ചയാളാണ്. അപ്പം നിങ്ങൾക്ക് അയ്യോ ഞങ്ങൾക്ക് പാട്ടറിയത്തില്ലായിരുന്നു, തുടങ്ങുന്ന പാട്ട് ഏതാ, നിർത്തുന്ന പാട്ട് ഏതാ, അപ്പം അത് ഇപ്പോൾ ഇന്നും നാളെ ഉള്ളത് കൊണ്ട് ഇത് പറഞ്ഞു തരാം, അവരോട് ചേർന്ന് പഠിപ്പിക്കും. അപ്പം അങ്ങനെ ചെയ്യും. ഞാൻ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അറിയത്തില്ല, അറിയാത്ത കാര്യം പറയണ്ടേ, ഉടനെ മുഖം അങ്ങ് വല്ലാതായല്ലോ. സ്തോത്രം. അതോ ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടുന്നുള്ളൂ, പാസ്റ്റർ ഏൽപ്പിച്ച കാര്യം ചെയ്തേച്ചങ്ങ് പോയാൽ മതി, ഉടക്കുണ്ടാക്കരുത്. അതെ, നമുക്കത് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫെലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതാ. 2 വശവും രാജപാതയ, 2 വശവും ഫെലിസ്തീനുണ്ട്. ഇവർക്ക് യുദ്ധം അറിയത്തില്ല. അപ്പോൾ യുദ്ധമറിയാത്ത ഇവര് ഈ രാജപാതയെ കൂടെ പോകുമ്പോൾ പതിയിരിക്കുന്ന ഫെലിസ്തീന് കയറി അറ്റാക്ക് ചെയ്യും. ഇവർക്ക് യുദ്ധം അറിയാത്തത് കൊണ്ട് ഇവര് പേടിച്ച് തിരിച്ചോടി മിസ്രയീമിൽ ചെല്ലും. അത് വരാതിരിക്കാൻ ദൈവം ഇവരെ ആ വലിയ വഴിയിൽ കൂടെ കൊണ്ടുപോയില്ല, എളുപ്പ വഴിയിൽ കൂടെ കൊണ്ടുപോയില്ല. നാം ഇങ്ങനെ വായിക്കുന്നു, ചെങ്കടലിന് അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റിച്ചു. ഒന്നാമത്തെ കാരണം അതാ. രണ്ടാമത്തെ കാരണം ആ പ്രിയ സഹോദരി പകല് പറഞ്ഞു, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ താക്കണം. കാരണം കുഞ്ഞുങ്ങൾ, എബ്രായ കുഞ്ഞുങ്ങളെ കൊന്നതാണ്, അന്നേ കുറിച്ച് വെച്ചിരുന്നതാണ്. സ്തോത്രം. അപ്പൊ അത് ഈ വഴിയെ കൂടെ കൊണ്ടുപോയാലേ എവര് പുറകെ വരുള്ളൂ. 3, അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇവരെ ഈ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ചുറ്റി നടത്താനുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചേ. ഈ ചെങ്കടലിനരികെ കൂടെ കൊണ്ടുപോകാൻ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം. അപ്പോൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 40 കൊല്ലം എന്ന, ഈ 40 കൊല്ലം മരുഭൂമിയിൽ അവിടെ നടത്തിയെന്ന. ആയിക്കോട്ടെ, ഈ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ൽ നടത്തിയെന്ന. അപ്പോൾ ഈ 38-40 കൊല്ലം ഇവരെ ഇങ്ങനെ കറക്കിയത് അല്ലെ ചുറ്റിച്ചത്, അവിടെ എടുത്തിട്ടുണ്ട് ഹൃദയത്തിനകത്തിരിക്കുന്നത് പറ അറിവ. ഈ നല്ലതുപോലെ ചുറ്റിച്ചപ്പോൾ ആ നാടൻ ഭാഷ പറഞ്ഞ ഉള്ളിലിരിപ്പ് വെളിപ്പെട്ടത്. നമ്മളിങ്ങനെ വെള്ളയൊക്കെ ഇട്ട് മീശയൊക്കെ പഠിച്ച് കമ്മലും മാലയെല്ലാം ഊരി ഇടയ്ക്കിടയ്ക്ക് ഗ്ലോറി വരുന്ന പാസ്റ്റർമാർ ചിലവരെ കരങ്ങൾ വീശി വീശി ഒരിക്കൽ കൂടെ ശക്തിയോടെ പോരാ പോരാ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പെരുവെള്ളത്തിന്റെ എന്നാലും വിശ്വാസം ലേലുയ അത്രയാണോ പെരുവെള്ളത്തിന്റെ രച്ചില്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാ ഈ വിഡിത്തമൊക്കെ മിണ്ടാതിരിക്കണ്ടേ? ചില പറയുന്നുണ്ട് ഒരിക്കൽ കൂടെ ലേലുയ, ശക്തിയോടെ ലേലുയ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ലേലുയ. അങ്ങനെയാണോ പെരുവെള്ളത്തിന്റെ ഇരച്ചില്?
തകർത്ത ഇടിമുഴക്കം പോലെ. ലേലുയ, അങ്ങനെയാണോ തകർത്ത ഇടിമുഴക്കം? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? ആട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവരുടെ ഉള്ളിലിരിപ്പ് വെളിപ്പെടാനാ ഇവരെ കറക്കിയത്. ഒന്നുകൂടെ വാക്യം വായിച്ച്, ആവർത്തനം 8:2. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി. അപ്പൊ ഹൃദയത്തിനകത്തിരുന്ന് ഇരിക്കുന്നത് അറിയണമെങ്കിൽ നല്ലതുപോലെ ചുറ്റിക്കണം. നല്ലതുപോലെ ചുറ്റുമ്പോ ഉള്ളിലിരിപ്പ് പുറത്തു പോയി. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ നമുക്ക് ആൾക്കാരെ പിടികിട്ടുകയില്ല. അല്പം പ്രതികൂലവും ഞെരുക്കവും പോരാട്ടവും ദുരിതവും ദുഃഖവും കടഭാരവും പ്രയാസവും ഒക്കെ വരുമ്പോൾ ആൾക്കാരുടെ തനിനിറം പറ. ഞാന് മിക്ക ഇടങ്ങളിലും പറയാറുണ്ട്, നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടുത്തെ രീതികളൊന്നും അറിയത്തില്ല. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ചില സഭകളിലൊക്കെ ചെല്ലുമ്പം, ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ചിലരിങ്ങനെ പാവത്തുങ്ങളായിട്ടിരിക്കും. വലിയ മോടിയുള്ള വസ്ത്രമൊന്നുമില്ല, വണ്ടിയില്ല, സൈക്കിളില്ല, വീടില്ല, വസ്തുവില്ല, അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. കാണാനും അങ്ങനെ വലിയ മാനുഷികമായിട്ടായി പറയുന്നത് വലിയ ഗ്ലാമർ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ വലിയ ഗ്ലാമറും ഇല്ല. എല്ലാവരുടെയും കാര്യമല്ല ചിലര്. അപ്പം എന്നോടും ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഒരു പാവം സഹോദരൻ, ഒരു പാവം സഹോദരിയാണ്. ചുമ്മാതാ. എല്ലാവരുടെയും കാര്യമല്ല. നമ്മൾ ആ ഇരിപ്പും നോട്ടം കാണുമ്പോർക്കും പാവമാണ്. പാവമല്ല, ഇവന്റെ കാശും വീടും വണ്ടിയും വസ്തുവും ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇവൻ പമ്മിയിരിക്കുന്നതാ. ഇവന്റെ ഇത് കിട്ടുമ്പോ ഇവന്റെ തനിനിറം അറിയാം. നിങ്ങൾ യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം, നിങ്ങളെല്ലാം ആരും യോജിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഇവന്റെ ഈ 10 പുത്തം കിട്ടട്ടെ, അന്നേരം ഇവന്റെ തനിനിറം. സൈക്കിള് പോലും ഇല്ലാച്ചവന് ഒരു വണ്ടി കിട്ടട്ടെ, അവൻ എല്ലാ വണ്ടിക്കും കൊണ്ട് വട്ടം വെക്കും. ചുമ്മാ പോകുന്ന വണ്ടിക്ക് അവൻ കയറി, പിള്ളേർ പറയുന്ന കേട്ടെ, വാലുകൊണ്ട് അടിച്ചേക്കാൻ. നിങ്ങൾ എന്നെ ഇങ്ങനെ സ്തംഭിച്ചു. സ്തോത്രം. എൻ്റെ കുഞ്ഞുനാൾ ഞങ്ങളുടെ അടുത്ത് ഒരു വീട്ടില് റേഡിയോ മേടിച്ചു. അന്ന് റേഡിയോ മേടിക്കുന്നൊക്കെ വലിയ, പിന്നല്ലേ TV വരുന്നേ. റേഡിയോ ആ വീട്ടിൽ ആർക്കും അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. പക്ഷെ റേഡിയോ മേടിച്ചതിൻ്റെ ഇളക്കമാ. വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ ഇംഗ്ലീഷ് വാർത്ത. അത് ഭയങ്കര ഓളിയത്തില്ല. അപ്പൊ അടുത്തടുത്ത് വീടുകളല്ലേ, അപ്പൊ അപ്പുറത്തെ പിള്ളേർക്കൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാ. ഞാൻ വലിയ പഠിത്തമൊന്നുമില്ല, പക്ഷെ ഞാൻ ആ സമയത്ത് നാമം ജപിക്കും. നാമം ജപിക്കാനൊക്കുകയില്ല. അപ്പുറേ ഭയങ്കര ഇംഗ്ലീഷ് വാർത്ത. മനസ്സിലാകുന്നില്ലല്ലേ? ആ റേഡിയോ മേടിച്ചെന്റെ ഇളകോ. സ്തോത്രം, സ്തോത്രം. ഒരു 25 വർഷം മുമ്പ് ആർക്കും മൊബൈൽ ഇല്ലായിരുന്നു. ഇല്ല. ഇപ്പൊ കൊച്ചുങ്ങളുടെ കൈവരാ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആരംഭ സമയത്തൊക്കെ മൊബൈൽ മേടിച്ച് വരിക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വരുമ്പോ എല്ലാരും കാണുകയൊന്ന് വെച്ചു, ഇടയ്ക്ക് ഇതുമായിട്ട് വെളിയിലോട്ടൊന്ന് ഹലോ. പിന്നെ എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ യോജിക്കുക, നിങ്ങൾക്കത് വലിയ വിഷയമല്ലായിരിക്കും. അത് ശരിക്കും ഞാൻ പറഞ്ഞത് ദൂരെ ഇരിക്കുന്നുണ്ട് കേൾക്കണം. ചില വിശ്വാസികളെയും ചില പാസ്റ്റർമാരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വേറെ പുസ്തകത്തിന്റെ പുറത്തെടുത്ത് മൊബൈൽ വെക്കുക. താള് പറന്നു പോകാതിരിക്കാൻ മൊബൈൽ എടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാടില്ല.
മൊബൈല് കൊള്ളുക നല്ല പറഞ്ഞത്. മൊബൈൽ ആവശ്യമാ, ടാബ് ആവശ്യമാ, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അത് ശരിയല്ല. ആരാധനയ്ക്ക് വന്നാണ് ബൈബിള് വെച്ചു, അതിന്റെ പുറത്തോട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചിലര് എന്നെ ഒരിക്കലെ ഒരു ഉപദേശി ശാസിച്ചെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ശാസിച്ച്. അന്ന് ഞാൻ നിർത്തി. ഞാൻ അങ്ങരുടെ കൊങ്ങായിക്ക് പിടിക്കാനൊന്നും പോയില്ല. ഞാന് ഗൾഫിൽ ചെന്നപ്പോഴേ ഒരു ദൈവദാസൻ രാജധാനിയില് അടുത്ത ദിവസം എന്നെ വിളിച്ചു. അപ്പൊ ഞങ്ങള് യോഗത്തിന് അങ്ങോട്ട് ഇരിക്കുക. എൻ്റെ അപ്പുറം അടുത്ത് അദ്ദേഹം ഇരിക്കുക. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാ. അപ്പൊ അന്ന് ഞാൻ പാൻറ്റാ ഇട്ടത്, പാൻറ്റും ജിബ്ബ തന്നെ. അപ്പൊ പാൻറ്റും ജിബ്ബ. അപ്പൊ ഈ മുഴങ്കാലിലായിരിക്കുന്നത്. എൻ്റെ അപ്പുറം അദ്ദേഹം ഇരിപ്പുണ്ട്. യോഗം അങ്ങോട്ട് ആരംഭിച്ച് അല്പം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ആരാധിച്ചു. അപ്പം വിയർത്തു. അപ്പൊ ഞാൻ ഈ തൂവാല എടുത്ത് തുടച്ച് ബൈബിളിന്റെ മേളിലോട്ട് തന്നെ അങ്ങ് വെച്ചു. ഞാൻ കാണിച്ച തെറ്റാ. തുടച്ച് വെച്ച് അത്ര ശ്രദ്ധിച്ചില്ല, അത്ര കാര്യമാക്കിയില്ല. പുള്ളി അവിടെ നോക്കി വെച്ച് അവിടെ ഇരുന്നോണ്ട് എന്നെ ശാസിച്ചു. മേലിൽ ആവർത്തിച്ചേക്കരുതെന്ന് പറഞ്ഞു. അതിങ്ങനൊന്നും അല്ല പറഞ്ഞത്, നല്ല രീതിയിലാണ് ശാസിച്ചു. അന്നുകൊണ്ട് നിർത്തി. പിന്നെ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇനി അവസാനം വരെ ചെയ്യരുതെന്നുമാണ് തീരുമാനം. ഇത് ഇന്നെങ്ങാനും ഇങ്ങനത്തെ ഉപദേശമാരുമില്ല നമ്മളെ ശാസിച്ച ചിലര് താൻ അങ്ങ് തൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ തൂവാല എൻ്റെ ബൈബിളും എവിടെ വെക്കണമെന്ന് ഞാനാ പിന്നെ പ്രശ്നമാണ്. അത് ഗുണം പിടിക്കാനുള്ള ആൾക്കാരല്ല. പണ്ട് സി കെ ദാനിയിൽ പറയും പോലെ അങ്ങനെയുള്ളവര് ഫോക്കസിയ. അത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ചിലര് ഈ കുഞ്ഞുങ്ങളെ ബൈബിള് ഫ്രണ്ട് വെച്ച് കൊച്ചുങ്ങളെ കയറുമ്പോൾ അതിന്റെ മേളിൽ വെച്ച് ഇങ്ങനെ തുള്ളിക്കുന്ന കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കാതെയാണോ അതോ അലക്ഷ്യമാണോ എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലർക്ക് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്ന ബൈബിളാ. ആ കാര്യത്തിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് കത്തോലിക്ക സഹോദരന്മാരെയാണ്. അവരതെടുക്കുന്നതും കൊണ്ടു നടക്കുന്നതും എന്ത് ഭവ്യമായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പണ്ടൊന്നും അതങ്ങൾ വായിക്കത്തില്ല. ഷെൽഫിന്റെ അവിടെ മൂലയില് വളരെ വളരെ ഭദ്രമായിട്ടാണ് അത് എടുത്ത് വെച്ചൊരു ഉമ്മയും. ഞാൻ ഇത് എതിരല്ല. അത് എന്തു ആയിക്കോട്ടെ, നല്ല വശം എടുക്കുക. അവർക്ക് അതിനോട് ബഹുമാനമാണ്, ഭയമാണ്. അതെ, അക്കാര്യത്തിൽ അവരെ അങ്ങനെ ചെയ്യുള്ളൂ. നമ്മുടെ ആൾക്കാർ ബൈബിളുമായിട്ട് വരുന്നതും പോകുന്നതും കണ്ട പണ്ട് കുചേലം പോയതുപോലെ സ്കൂളിൽ പഠിച്ചു. കുചേലം പണ്ട് പോയത് അറിയാമോ? പഠിച്ചല്ലേ, പുരാണ കഥയല്ലേ, സ്കൂളിൽ പഠിച്ചതാ. 10 വരെ പോയതാന്നാ രാവിലെ എന്നോട് പറഞ്ഞ്. അപ്പോൾ അത് പഠിച്ചു കാണും. ഞാനും അവിടം വരെ പോയതാ. എങ്ങനെ പോയി? മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കൽ. നിങ്ങൾ പഠിച്ചല്ലേ? പാഠപുസ്തകം എറണാകുളം ജില്ലയിൽ വന്നില്ലേ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പാഠപുസ്തകം ഇങ്ങോട്ട് വിട്ടില്ലേ? മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലൂക്കിക്കൊണ്ട്. കുചേലൻ അങ്ങനെ പോയത് എന്ന് പറഞ്ഞാൽ ചില സഭായത്തിന് വരുന്നത് കുചേലം വരുന്നത് പോലെ. ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അത് പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ്. പല ഇടങ്ങളിലും ദൈവമക്കൾ വളരെ
നമുക്കതൊക്കെ കാണുമ്പം ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ മേലെ ഇത് വളരെ പ്രയാസമായിട്ട് തോന്നും. ആട്ടെ, ആ ഭാഗം അങ്ങ് വിടുക. അപ്പൊ ഇവര് ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനായി ഇവര് 40 കൊല്ലം വിട്ട് കറക്കും. 40 കൊല്ലം ഉള്ളിലിരിപ്പ് അറിയാൻ. നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അതാ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്. ചിലരുടെ ഇരിപ്പ് നോട്ടം കണ്ടാൽ നമ്മൾ പറയും പാവമാണ്. പാവമല്ല, കാശും ചക്കരവും പുത്തനും കഴിവില്ലാഞ്ഞിട്ട് പമ്മി ഇരിക്കുക. ഇത് കിട്ടിക്കഴിയുമ്പോ ഇവന്റെ അതാണ് എത്ര കേസുകൾ, എത്രയോ കേസുകൾ. ഒന്നുമില്ലാത്തവർക്കൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അവരുടെ അഹങ്കാരവും, അതെ, ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ സുവിശേഷ വേലക്കാരി തന്നെ ചിലരെ എടുക്കാനുണ്ട്. ഈ സുവിശേഷ വേലക്കാരി ചിലരുടെ ധാരണ ഇവരുടെ കഴിവ് കൊണ്ടും മിടുക്കും, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക, എന്നെയും കൂടെ നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടും കിട്ടിയതാണ്. അല്ല, ദൈവത്തിന്റെ കരുണയാ. അതെ, ആ കാറിലുള്ള ഇരിപ്പും പോക്കും, ആ ബുള്ളറ്റിലുള്ള പട്ടപട്ടാന്നടിച്ചും അമിട്ട് പൊട്ടി വരുന്നത് പോലെ വരുന്നത്. ആ പോക്കും ഒക്കെ കണ്ടാൽ ഉറക്കും ഇവർ ഏതാണ്ട് വലിയ അംബാനിയുടെ അളിയനാന്നുള്ള രീതിയിലാ മാനുഷികമായിട്ടേ. ഇതെല്ലാം ദൈവമക്കൾ തരുന്ന നന്മയാ. അത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. ദൈവം ഓരോരുത്തരും ഒരുക്കി. അപ്പൊ ഇത് കിട്ടും തോറും, മേടിക്കും തോറും, പ്രാപിക്കും തോറും കുറച്ചുകൂടെ വിധേയപ്പെട്ടോണം. അതെ, ഞാൻ എല്ലാവരെയും ഒന്നും പറയത്തില്ല. ഈ ഇവിടുത്തെ ദൈവദാസിയെ പരിചയപ്പെട്ടു, വളരെ മാന്യമായിട്ട് ഇടപെടുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ചില പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരെ ചിലരെ പേരൊന്നും പറയത്തിന് അറിയാം, എന്തോ ഒരു അഹങ്കാരമാണെന്നറിയാമോ? അതെ, പാസ്റ്റർ അമേരിക്കയിലോ പേർഷ്യയിലോ 2 വട്ടം പോയിട്ട് വന്ന പാസ്റ്റർ അതിനെ പിന്നെ പറയേ വേണ്ട. കൊച്ചമ്മ എല്ലാവരോടും മിണ്ടുകയില്ല, എല്ലാവർക്കും കൈ കൊടുക്കുകയില്ല. ആ മുടിയെല്ലാം ഒന്ന് പൊക്കിക്കെട്ടി ഇങ്ങനെ ഈ ടെമ്പോയി കച്ചു കൊണ്ടുപോകും പോലെ ഒരു ബാഗും. അത് തെറ്റാന്നല്ല, ബാഗ് നല്ലത് വേണം, ഡ്രസ്സ് നല്ലത് വേണം, കണ്ണട നല്ലത് വേണം, ചപ്പല് എല്ലാം ഞാനത് അംഗീകരിക്കുന്നയാളാ. പക്ഷെ ഈ ചില സഹോദരിമാരുടെ, എല്ലാവരുമല്ല, ചില എന്താ ഇത് ഞങ്ങളുടെ ഏതാണ്ട് കഴിവുകൊണ്ട്, അങ്ങനെ ഒത്തിരി നന്മ പ്രാപിച്ചവർ ഒത്തിരി വിധേയപ്പെട്ടോണം. ചില സഭകളിൽ എല്ലാവരോടും ചിലരും മിണ്ടുകയല്ല. ഒച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള 3-4 പേര് ഉണ്ട്, അവരുമായിട്ടാ കുച്ചു 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 കുച്ചു. അപ്പൊ ഇവരുടെയൊക്കെ ധാരണ ഏതാണ്ട് ഇവര് അതുകൊണ്ട് വലിയ സ്തോത്രം. വേദപുസ്തകത്തിൽ വേറൊരു വിഷയത്തോട് ബന്ധപ്പെട്ട അതിലൊരു പ്രയോഗമുണ്ട്, അധികം വാങ്ങിച്ചവൻ അധികം കടംപെട്ടിരിക്കുക. ഇതൊന്നും നമ്മുടെ കൈമെടുക്ക് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയാ. സ്തോത്രം. അപ്പൊ ചിലരുടെ ആ അഹംഭാവവും അഹങ്കാരവും, സ്തോത്രം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, അങ്ങ് വിടുക. അപ്പൊ ഈ 38-40 കൊല്ലമിട്ട് കറക്കാൻ കാര്യം ഉള്ളിലിരിപ്പ് വെളിപ്പെടാനാ. നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇത്രയും വലിപ്പം ഉള്ളെങ്കിൽ നാശമല്ല ഇതിനകത്തിരിക്കുക. ദുശ്ചിന്തയും പകയും പിണക്കവും കോപവും ക്രോധവും ഈർഷ്യയും ജാരശങ്കയും ഇതെല്ലാം അകത്തിരിക്കുക. തമ്മിൽ മിണ്ടത്തില്ല, സ്നേഹിക്കുന്നില്ല, വഴക്ക്, അലോഗ്യം, കുശുമ്പ്, ഇതൊക്കെ അതൊന്നും പാടില്ല. നല്ല ഹൃദയമായിരിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്നുകൂടെ കൃപാവരം അധികം പ്രാപിച്ചില്ലെങ്കിലും സ്വഭാവത്തിന് മാറ്റം വരണം. അത് അത്യാവശ്യമാണ്. കഞ്ഞിയും വെള്ളം കുടിക്കാതെ 21 വെച്ച് സ്വഭാവം പിന്നെയും കഠിനപ്പെടുക എന്നല്ലോ, വെറുതെ ഇരിക്കുക. ഞാൻ ഉപവാസത്തിനെതിരില്ല, ഞങ്ങളും 21 ദിവസം ഉപവാസമായിരുന്നു, ഞായറാഴ്ച അത് കയറുന്നത്. സ്തോത്രം. ഉപവസിക്കണം, കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. ശരീരത്തിന്റെ സ്ഥിതിയും ദൈവ നടത്തിപ്പ് വരുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം, അത് ശ്രദ്ധിച്ച്. പക്ഷെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും വരം പ്രാപിക്കുന്നതിലുപരി സ്വഭാവത്തിന് മാറ്റം വരണം. പിന്നെ യാതൊരു കാര്യവുമില്ല. സ്തോത്രം. പൂർണ്ണകൃതജ്ഞ സേവ വേണം ദേവജാതന്,
പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ? പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്. പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ? മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമായി വരാ. മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമായി വരാ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്. പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ? പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്. പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ? അപ്പൊ നമ്മുടെ ഹൃദയം നന്നാകണം. ഈ ഹൃദയത്തിനകത്ത് നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം കളയണം. ആരുടെയും പകയോ വിദ്വേഷമോ പിണക്കമോ മനുഷ്യനാ. അതൊക്കെ ഈ ഉപവാസ പ്രാർത്ഥന അതിനെല്ലാം ക്രമീകരണം വരുത്തണം. പ്രാർത്ഥന കഴിയുമ്പോൾ ചെന്ന് പറയണം, മോളി എനിക്ക് മോളിയോട് ചെറിയ നീരസം ഉണ്ടായിരുന്നു, പക്ഷെ പാസ്റ്റർ ഭജനം പ്രസംഗിച്ചപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു, എന്നോട് ക്ഷമിക്കണം, വിട്ടുകളയണം. എന്നാ നിങ്ങൾ എന്തേലും പറ. ഇങ്ങനെ കണ്ണു കാണിക്കാതെ, എന്നെ കണ്ണു കാണിക്കൊന്നും വേണ്ട. സ്തോത്രം. നിങ്ങൾക്ക് ആരോടും കുഴപ്പമൊന്നുമില്ലല്ലോ. സ്തോത്രം. സഹോദരന്മാരും അതുകൊണ്ടും തന്നെ. ബ്രദറെ, എനിക്ക് അന്ന് പറഞ്ഞ എനിക്കൊരു ചെറിയ പ്രയാസം വന്ന് ഞാനിപ്പം പാസ്റ്റർ വചനം പ്രസംഗിച്ചപ്പോൾ എന്നോടും ദൈവം ഇടപെട്ട് വിട്ടുകളാം, ക്ഷമിക്കണേ, ഇനി ആവർത്തിക്കത്തില്ല. എന്നാ നിങ്ങൾ എന്തേലും ഉപേക്ഷിക്കുമെങ്കിൽ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ കളയല്ലേ. കളയത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് വേറെ പരിഹാരം ഞാൻ തരാനാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയം നന്നാകണം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരണം. അല്ലെ പിന്നെ പ്രാർത്ഥന ഭയങ്കര ഉണർവാന്നാ പറഞ്ഞു. ഭയങ്കര തമ്പേർ 2 എണ്ണം തല്ലി പൊട്ടിച്ചു, 1 എണ്ണം കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. പാട്ടുകാരൻ ഇവിടുത്തെ പിള്ളേരെ ഏക്കാഞ്ഞിട്ട് വെളിയിൽ നിന്ന് ആൾക്കാരെ അടിക്കാനായ ഉള്ളവനെ കൂടെ കൊണ്ടുവന്നു. ഓളിയം പോരാഞ്ഞിട്ട് വേറെ 5000 വീണ്ടും ഇറക്കി, 7 ബോക്സും കൊണ്ടുവന്നു. ഞാൻ എതിരല്ല, ഭയങ്കര പാട്ടും മേളവും. പക്ഷെ ഒരെണ്ണത്തിന്റെ സ്വഭാവത്തിന് ഉപവാസം തിരുന്നതിന്റെ തലേന്ന് പിന്നെയും പ്രശ്നം. ഒരാൾ പറഞ്ഞ് നമുക്ക് ബിരിയാണി കൊടുക്കാം, മറ്റവൻ പറഞ്ഞ് ചോറ് കൊടുക്കാം, ഒരുത്തൻ പറഞ്ഞ് ബിരിയാണിയും ചോറും കൊടുക്കാന്ന്. ഞാൻ ഇനി സഭ സഹോദരിമാർ 2 പറഞ്ഞു, ആരാ ഇതൊക്കെ അധ്വാനിക്കാൻ വന്ന്, നമുക്ക് കഞ്ഞിയും പയറും കൊടുക്കാം. അല്ല, ചില സഭകളിൽ നടക്കുന്നതായി പറഞ്ഞു. ഉടനെ പറഞ്ഞു കഞ്ഞി തന്നെ കൊടുത്തിട്ട്, കഞ്ഞിയും പയറും തന്നെ കൊടുത്തിട്ട് ഒരു കാര്യവും, പപ്പടം വേണം. ഇവിടെ ഒരുത്തം പറഞ്ഞു പപ്പടം കൊടുക്കാനൊക്കത്തില്ല, ഇവിടെ എല്ലാം പിള്ളേർ പൊടിച്ചിടും. മുടക്കാം, മുഴുവൻ മുടക്കാം. 21 ദിവസം ആ ചർച്ച. 21 ദിവസം 3 കുടുംബം വന്നില്ല, പപ്പടം പൊടിക്കുന്നെന്നും പറഞ്ഞ് 3 കുടുംബം. അപ്പൊ 20 ഈ പ്രശ്നം വരാതിരിക്കാൻ ഇന്നത്രയാ ആ 16-17 കൊണ്ട് സ്വഭാവത്തിന് മാറ്റം വരുത്തിക്കോണം.
അപ്പൊ 20-21 ആത്മീയ കത്തലുണ്ടാകും. എന്നാ മനസ്സിലായോ? നമ്മൾ 1-ാം ദിവസം മുതലേ കത്തിക്കുക. 1-ാം ദിവസം നന്നായിട്ട് ഇളക്കുന്ന പുള്ളിയെ വിളിച്ചു, 2-ാം ദിവസം കുഴയ്ക്കുന്ന പുള്ളിയെ വിളിച്ചു, 3-ാം ദിവസം പേര് പറയുന്ന ആളിനെ വിളിച്ചു, 4-ാം ദിവസം തീ ഇറക്കുന്ന പുള്ളിയെ വിളിച്ചു, 5-ാം ദിവസം അഗ്നിനാവുകാരനെ വിളിച്ചു, 6-ാം ദിവസം തീമഴ പെയ്യിക്കുന്ന പുള്ളിയെ വിളിച്ചു. ഇവിടുത്തെ കാര്യമല്ല, പൊതുവിൽ പറയാം. 8-ാം ദിവസം പേരും അഡ്രസ്സും വണ്ടി നമ്പർ പറയുന്നവനെ. 9-ാമത്തെ ദിവസം ഭാര്യയും ഭർത്താവും കൂടി 2 പേരോട് ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ ശുശ്രൂഷിക്കുന്നു. ഏത് ബ്രദറാ ഏത് സിസ്റ്ററാന്ന് എന്നോട് ഇപ്പം ചോദിക്കരുത്, യോഗം കഴിഞ്ഞ് വേണേ പറയാം. അവര് 10-ന്റെ അന്ന് വന്നു. 11-ാം ദിവസം ഒരു പാട്ടുകാരനെ, അവന് 7 ഓർഗൻ വെച്ച് നിന്ന് അലക്കുക, പിള്ളേരുടെ ഭാഷ. ഒരു കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്താ കണ്ണും തുറക്കുകയല്ല, തൂങ്ങി ചെത്തതുപോലെ അവൻ നിൽക്കുക. 12-ാം ദിവസം പെങ്കൊച്ചിനെ സ്റ്റേജൊക്കെ കയറ്റി, പെണ്ണ് നിന്നങ്ങ് അലറുക, പാടുകയല്ല. ചുരുക്കി പറഞ്ഞാൽ ഗുണീകരണത്തിന്റെ ശുദ്ധീകരണത്തിന്റെ വചനം കൊടുത്തുമില്ല. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ ഗുണീകരണം നടക്കണം, ശുദ്ധീകരണം നടക്കണം, ക്രമീകരണം നടക്കണം. അങ്ങനെ ഗുണീകരിച്ചും ക്രമീകരിച്ചും ശുദ്ധീകരിച്ചും ഒരുക്കപ്പെട്ട് ആ 18-19 ദിവസം ആകുമ്പോൾ എല്ലാം ക്രമീകരണത്തിൽ വന്ന് 20-ന് തീ കത്തണം. ഇത് നമ്മൾ 1-ാം ദിവസം മുതലേ ഇളക്കുകാരെ ഈ പ്രാവശ്യം എല്ലാവരും ഒന്നൊക്കെ മെച്ചമുള്ളവരാ. അവൻ വന്ന് ചുമ്മാ ഇരിക്കുന്നതിനെ തുള്ളിച്ച് പോരാ പോരാ പോരാന്ന് പറ. അതിന് അയാൾ തുള്ളിപ്പാദം വന്ന് വരുന്നതല്ല, പോരാ ഒരിക്കൽ കൂടി ഇവൻ നിന്നങ്ങ് വില്ലുക, പോരാ പോരാ പോരാ. അതിനെ അയാൾ ആകെ കുഴഞ്ഞു. അല്ല ഓരോ സ്തോത്രം. ഞാൻ ഇതിനൊന്നും എതിരല്ല, ഞാനിതിന്റെ സത്യാവസ്ഥ അങ്ങ് പറയുക. ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഹൃദയത്തിനകം ശുദ്ധീകരിക്കപ്പെടണം. ഇതിനകത്ത് കുടിയിരിക്കുന്ന മലിനതകളെല്ലാം മാറണം. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലിൻ നിണം ചിന്തി, മനുവേലിൻ നിണം ചിന്തി, മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മകൾ സ്നേഹം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ ഈ 38-40 കൊല്ലം ഇട്ട് കറക്കാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം രാജപാതയെ കൂടെ വിടാഞ്ഞത് ഫെലിസ്തര് 2 വശത്തുണ്ട്. 2 ഫറവോനെയും സൈന്യത്തെയും മാറ്റിക്കളയണം. 3 ഇവരുടെ ഉള്ളിലിരിക്കുന്നത് വെളി വരണം. ഉള്ളിലിരിക്കുന്നത് വെളി വരണം. അതാ നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം വായിച്ചേ.
ആ അപ്പൊ ശ്രദ്ധിക്കുക, ഈ 38-40 കൊല്ലം ഇട്ട് കറക്കി ഉള്ളിൽ ഇപ്പൊ വെളിപ്പെടാം. ഇനി മുമ്പോട്ട് പോകാം. ഈ 38-40 കൊല്ലം ഇട്ട് കറക്കി. ഇങ്ങനെ കറക്കിയപ്പോൾ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ നമ്മൾ മുമ്പേ വായിച്ചത്. ഈ 38 കൊല്ലത്തിനിടയിൽ അല്ലെ 38 കൊല്ലം കൊണ്ട് യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും പട്ടുപോയെന്ന, മുടിഞ്ഞു പോയെന്ന. വായിച്ചേനി 2:13 മുതൽ. ഇപ്പോൾ എഴുന്നേറ്റ് സെരേത് തോട്ട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേത് തോട്ട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ട മുതൽ സെരേത് തോട്ട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരം. അടുത്തത്, അതിനിടയിൽ യോദ്ധാക്കളാകിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ, ശ്രദ്ധിച്ചേ, സത്യം ചെയ്തതുപോലെ ഈ തമ്പുരാൻ ഇവരെ വിളിച്ചിറക്കി മരുഭൂമിയിൽ കൂടി നടത്തി. ഒടുവിൽ ഇവരെ കൊണ്ടങ്ങ് പൊറുതി മുട്ടി. എന്നും പ്രശ്നമാണ് ഇവർക്ക്. എന്നും ഇവരുടെ ഒരു പ്രകൃതി വല്ലതും കൊടുത്തോണ്ടിരിക്കുകയാണ് ഭയങ്കര ചാട്ടവും മേളവും തുള്ളലുവാ. എന്തെങ്കിലും ഒരു അപാകത വന്നാൽ അന്നേരം എടയും. നിങ്ങളവരുടെ പ്രകൃതി ശ്രദ്ധിച്ചു. അക്കരെ എല്ലാം കൂടെ കയറി നോക്കിയപ്പോൾ പറവോനും സൈന്യവും എല്ലാം കൂടെ ചത്തു മലച്ചു കിടക്കുന്നു. ഉടനെ തപ്പെടുത്ത് പാട്ട് പാടി എല്ലാവരും ഭയങ്കര ആരാധന. 20-ാം വാക്യം വായിക്കുന്ന അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാം കൂടെ സഹോദരി സമാജം സ്ട്രോങ് ആയി. പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 19 വരെ സഹോദരന്മാര് പാട്ട് പാടിക്കുന്നു. വായിച്ചേ 15-ന്റെ 1 മുതൽ.